കൊട്ടാരക്കര ഓയൂർ ഓട്ടുമലയിൽ 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ കുറ്റപത്രം ഉടൻ സമർപ്പിക്കും. 10 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുന്നത് അവസാന ഘട്ടത്തിലാണ്. നവംബർ 27 വൈകിട്ടാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവം നടന്നത്. കേരളത്തെ നടുക്കിയ സംഭവം നടന്ന് 50 ദിവസം പിന്നിട്ട സാഹചര്യത്തിൽ വേഗത്തിൽ കുറ്റപത്രം സമർപ്പിക്കാനാണ് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം. കേസിൽ പഴുതടച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി 100ഓളം സാക്ഷിമൊഴികളും ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ, CCTV ദൃശ്യങ്ങളടക്കമുള്ള തെളിവുകളും കുറ്റപത്രത്തിന്റെ ഭാഗമായി സമർപ്പിക്കും. കാറിൽ കുട്ടിയുമായി യാത്ര ചെയ്യുന്ന ദൃശ്യവും പത്മകുമാറിന്റെ വീട്ടിൽ 6 വയസ്സുകാരിയെ പാർപ്പിച്ചതിന്റെ ശാസ്ത്രീയ തെളിവുകളും ശേഖരിച്ചിട്ടുണ്ട്. ശാസ്ത്രീയ തെളിവുകളുടെ ഫലം ഇനിയും ലഭിക്കാനുണ്ടെങ്കിലും കുറ്റപത്രം 10 ദിവസത്തിനകം സമർപ്പിക്കുമെന്ന് ക്രൈംബ്രാഞ്ച് DYSP MM ജോസ് അറിയിച്ചു. ഒന്നാം പ്രതി KR പത്മകുമാർ പൂജപ്പുര സെൻട്രൽ ജയിലിലും ഭാര്യ MR അനിതകുമാരി, മകൾ P അനുപമ എന്നിവർ അട്ടക്കുളങ്ങര വനിതാ ജയിലിലുമാണ് കഴിയുന്നത്. ജീവപര്യന്തം ശിക്ഷ ലഭിക്കത്തക്ക വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ, ബാലികയെ തട്ടിക്കൊണ്ടുപോകൽ എന്നീ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. പ്രതികൾ നിരവധി കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ പദ്ധതിയിട്ടിരുന്നതായും CCTV ക്യാമറകൾ അധികം സ്ഥാപിച്ചിട്ടില്ലാത്ത വഴികൾ കൃത്യത്തിനായി തെരഞ്ഞെടുത്തതിനാൽ പിടിക്കപ്പെടില്ല എന്ന ആത്മവിശ്വാസം ഇവർക്കുണ്ടായിരുന്നുവെന്നും കുറ്റപത്രത്തിലുണ്ടാകും. കാറിന് വ്യാജ നമ്പർ പ്ലേറ്റുകൾ സ്ഥാപിക്കാൻ കാന്തം ഘടിപ്പിച്ചതും ഒടുവിൽ നമ്പർ പ്ലേറ്റുകൾ കഷ്ണങ്ങളായി മുറിച്ച് തെളിവ് നശിപ്പിച്ച് കാട്ടിൽ ഉപേക്ഷിച്ചതും കുറ്റപത്രത്തിൽ വിശദീകരിക്കും. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ശേഷം മോചനദ്രവ്യം ആവശ്യപ്പെടാൻ മറ്റൊരാളുടെ ഫോൺ ഉപയോഗിച്ചതും സ്കൂൾ ബാഗും പുസ്തകങ്ങളും കത്തിച്ചു കളഞ്ഞതുമടക്കമുള്ള വിവരങ്ങളും കുറ്റപത്രത്തിലുണ്ടാകുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. പത്മകുമാറിന്റെ വീടും ഫാമും പണയപ്പെടുത്തി കോടികൾ വായ്പ വാങ്ങിയതും വിവിധ ലോൺ ആപ്പുകളിലൂടെ പണം വാങ്ങിയതും ഉൾപ്പെടെ പ്രതികളുടെ കുറ്റസമ്മത മൊഴികളും കേസിൽ നിർണായകമാണ്. News 18 കൊട്ടാരക്കര. ഇനി കായിക വാർത്തകൾ.